പ്രിയരെ, അങ്ങനെ നമ്മൾ എയർപോർട്ടിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ മട്ടന്നൂർ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. നമ്മുടെ സുരേഷ് പള്ളിപ്പാറയുണ്ട്. എന്താണ് നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളത്? നമ്മളവരെ എല്ലാവരുടെയും ട്രാവലിൽ സപ്പോർട്ട് ഉണ്ടാവണം. ഞാൻ ആദ്യമായിട്ടാണ് ഖത്തറിലേക്ക് പോകുന്നത്. റീത്താട്ടം രണ്ടാമത്തെ വർഷമാണ്. അങ്ങനെ കണ്ണൂർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. എത്താൻ പോകുന്നുണ്ട്. ബാക്കി നമ്മുടെ സുഹൃത്തുക്കളൊക്കെ രണ്ടുപേര് യാത്രയാക്കാൻ ഖത്തറിലേക്ക്. ഇത് നമ്മുടെ മട്ടന്നൂർ എയർപോർട്ടിൽ നിന്ന് താഴേക്കുള്ള ദൃശ്യമാണ് കേട്ടോ. നമ്മളിങ്ങനെ മുകളിൽ എത്തുമ്പോൾ താഴേക്കുള്ള നമ്മുടെ വീടുകളൊക്കെ കൊച്ച് എന്താ പറയുക, ചെറിയൊരു കല്ലുകളായിട്ട് നമുക്ക് തോന്നുന്നു. ഫ്ലൈറ്റിൽ യാത്ര ചെയ്തവർക്കൊക്കെ അറിയാം. അങ്ങനെ നമ്മുടെ ഖത്തറിന്റെ ദോഹ കോർണിഷ് കഴിഞ്ഞു. ഇനി QNCC ഖത്തർ നമ്മുടെ പ്രോഗ്രാം സ്ഥലത്തേക്ക് പോവുകയാണ്. ഓക്കെ, അത്യാവശ്യം ബ്ലോക്കൊക്കെ ഉണ്ട്. കാരണം പെരുന്നാളാണ്, ബക്രീദാണ്. അതിൻ്റെ കുറച്ച് ട്രാഫിക്കൊക്കെ ഉണ്ട്. നമ്മൾ പോകുന്നത് കോർണിഷ് ആണ്. ഖത്തർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കോർണിഷാണ്. ഇതൊക്കെയാണ് കോർണിഷിലെ നിരവധി ബിൽഡിങ്ങുകൾ. ഒപ്പം ഖത്തറിൻ്റെ ആ ഒരു ട്രഡീഷണൽ പരമ്പരാഗതമായ കുറച്ച് ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒരുപാട് സന്ദർശകർ വരുന്നുണ്ട്. കാരണം ഞങ്ങളിപ്പോൾ കാലത്ത് ഒരു 11 മണി ആ സമയത്തായതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരൊന്നും ഇല്ലാത്തത്. ഇന്നാണ് നമ്മുടെ ആ ഒരു UNCCയിൽ നടക്കുന്ന മുന്തിരിച്ചേരിയുടെ രാവ്. എല്ലാവരുടെയും പ്രാർത്ഥന വേണം, സപ്പോർട്ട് വേണം. ഈ ഒരു പ്രോഗ്രാമാണ്. ഒരു ഭാഗമാവാൻ പറ്റുന്നത് ജീവിതത്തിലെ മഹാഭാഗ്യമായിട്ട് കാണുകയാണ്. സന്തോഷം. ഖത്തറിന്റെ മലയാളികൾ കാത്തിരിക്കുന്ന, മലയാളികളുടെ ഒരു സുവർണ മുഹൂർത്തമായി മാറുന്ന പയ്യന്നൂർ സൗഹൃദ വേദിയും സ്കൈ വിഷൻ ആർട്സ് ഈവൻസും സംഘടിപ്പിക്കുന്ന മുന്തിരിച്ചേരുള്ള രാവിലേക്ക്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മുടെ QNCCയുടെ അരികിലെത്താനായി. ഖത്തർ കാണാൻ പോകുന്ന ഏറ്റവും വലിയൊരു സംഗീത മാമാങ്കത്തിലേക്കാണ് പോകുന്നത്. പ്രഗത്ഭരായ താരങ്ങളൊക്കെ നിറയ്ക്കുന്ന ഈ ഒരു പരിപാടി സമയം അതൊന്നും പുസ്തകം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അല്പസമയത്തിനകം അങ്ങനെ ഞങ്ങൾ ഉച്ചഭക്ഷണത്തിനെത്തി. മലയാളത്തിൻ്റെ പ്രിയ താരങ്ങൾ ശ്രീ വിജയൻ നാരായണൻ സാറ്, ഗായകൻ, ഒപ്പം സ്റ്റാർ സിംഗർ ഫെയിം ബൽറാം, അനിത, അങ്ങനെ നിരവധി പേരുണ്ട്. അപ്പം ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. QNCC സെൻറ്ററിൽ. QNCC കാണുമ്പോൾ തന്നെ എത്ര വലിയ സ്ഥലമാണെന്ന് പറയും. ഈ ഓഡിറ്റോറിയത്തിൽ 4ഓളം ഓഡിറ്റോറിയങ്ങളുണ്ട്. ഒരു വലിയൊരു ഓഡിറ്റോറിയം എന്താ പറയുക, വലിയൊരു സമുച്ചയത്തിൽ 4ഓളം ഓഡിറ്റോറിയങ്ങളുണ്ട്. നമ്മുടെ ചെക്ക് ഇൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പ്രവേശിക്കുകയാണ്. ചെക്ക് ഇൻ നടക്കുകയാണ്. നാട്ടിലെ വണ്ടി. ഹായ് ബ്രോ. Almayasa. Today program. Guest. 3001 8523. Hello. എത്തി ഇതിൻ്റെ ഉള്ളെത്തി 8523.
ഗേറ്റിലാണ്. ആ വേണം വേണം ഓഫ് കോഴ്സ്. ഞങ്ങൾക്ക് വേർപ്പിന്റെ അസുഖം നിങ്ങൾക്ക് അറിയില്ലേ? അനൂപിന് കുറച്ച് വേർപ്പിൻ്റെ അസുഖമുണ്ട്. എന്നാലും നമ്മുടെ ചങ്ക് ബ്രോണ് എല്ലാവിധ സഹായങ്ങളും ചെയ്ത ഒരു വ്യക്തി. എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിന് അവരെ മാക്സിമം ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റിയാണ് അനൂപിനുള്ളത്. വീണ്ടും നമ്മൾ യാത്ര തുടർന്നു. ഗേറ്റ് പാസ് കടന്നതിന് ശേഷം വീണ്ടും ഒരുപാട് സഞ്ചരിക്കാനുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വീണ്ടും വഴി തെറ്റി. അപ്പോൾ ഞങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് ടേൺ ചെയ്തിട്ട് അതിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഓഡിറ്റോറിയം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നൊരു 10-15 ഏക്കർ കണക്കിന് സ്ഥലങ്ങളാണുള്ളത്. അപ്പോൾ വീണ്ടും നമ്മൾ അവിടത്തേക്ക് എൻ്റർ ആവുകയാണ്. നമ്മുടെ നേരത്തെ ഫിലിപ്പീന് വീണ്ടും നേരത്തെ നേപ്പാൾ വീണ്ടും ഇവിടെയുണ്ട്. പക്ഷേ ആ ഗേറ്റിലല്ല നമുക്ക് പോകേണ്ടത്. തൊട്ട് അപ്പുറത്തെ ഗേറ്റിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ കാണുന്ന വലിയ കെട്ടിടം കണ്ടോ, ഇതാണ് നമ്മുടെ ഓഡിറ്റോറിയം. അവിടെ 4 ഓഡിറ്റോറിയം ഉണ്ട്. അതിൽ ഏറ്റവും വലിയ അൽമയാസ തിയേറ്ററാണ്. ഒരു തിയേറ്ററാണ്, സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററാണ് അവിടെയുള്ളത്. ആ തിയേറ്ററിലാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. അപ്പം ഞങ്ങളങ്ങനെ പാർക്കിങ്ങിലെത്തുമ്പോൾ ഞങ്ങളെ ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. അങ്ങനെ ഡോർ തുറന്നു. ഓരോ ആർട്ടിസ്റ്റുകളും വന്നുകൊണ്ടിരിക്കുകയാണ്. വിജയനാരായണ സാറൊക്കെ അതുപോലത്തെ ബൽറാം, കീർത്തനാസ്കെ അവരൊക്കെ എത്തി. നാട്ടുകാരനായ നമ്മുടെ പരിചയം പ്രോഗ്രാമൊക്കെ കാണുന്ന ഒരാൾ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും ഓഡിറ്റോറിയത്തിൻ്റെ എസ്കലേറ്ററിൽ കയറി ഇങ്ങനെ വരികയാണ്. ഞങ്ങൾ പോകുന്നത് സൗണ്ട് ചെക്ക് ചെയ്യാനാണ് കേട്ടോ. സൗണ്ട് ചെക്ക് ചെയ്തതിന് ശേഷം വീണ്ടും തിരിച്ച് റൂമിലേക്ക് എത്തി അവിടുന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ട്. അതായത് പുറത്ത് നല്ല ചൂടാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടത്. എന്തായാലും നമ്മൾ എൻ്റർ ചെയ്തു. ഓഡിറ്റോറിയത്തിൻ്റെ ഇവിടെ ചെക്കൊക്കെ ചെയ്ത് എൻ്റർ ചെയ്തു. ആക്ച്വലി ഞാൻ ഈ പ്രോഗ്രാമിൻ്റെ ആങ്കറാണ്, അപ്പോൾ അതുകൊണ്ട് നേരത്തെ വരണം. കണ്ടോ, അടിപൊളിയാണ് ഇത്. 1-ാം നില, ഇതിൻ്റെ മുകളിൽ 2 തട്ടുകൾ വേറെയുണ്ട്. മുന്തിരിച്ചയിലുള്ള രാവിലൊക്കെ പോസ്റ്ററൊക്കെ ഇവിടെയുണ്ട്. ശേഷം വർണ്ണശബലമായ മുന്തിരിച്ചയിലുള്ള രാവിലമായ പരിപാടിക്ക് തിരി കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ ആർട്ടിസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആർട്ടിസ്റ്റുകൾ അതുപോലെ തന്നെ ഓഡിയൻസ്, പ്രഗത്ഭരായ ഖത്തറിൽ തന്നെ പ്രഗത്ഭരായ ഓർക്കസ്ട്ര ടീം ലിസ്റ്റൊക്കെ. ഓരോരുത്തരും വിജയനാരായണ സാർ അതിനിടയ്ക്ക് ചെറിയ കോമഡികളൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഓരോരോ പേരും എല്ലാവരും അവരുടെ പാർട്സ്, അവരുടെ സൗണ്ട് ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇനിയൊരു നീണ്ട 4-4.5 മണിക്കൂർ കണ്ടിന്യൂ പ്രോഗ്രാമാണ്. ബൽറാം സ്റ്റാർ സിംഗറിലൊക്കെ നമുക്ക് ഏറെ പ്രിയപ്പെട്ട മിന്നും താരം ബൽറാം അദ്ദേഹത്തിൻ്റെ സൗണ്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിജയനാരായണ സാറിൻ്റെ അടുത്ത പാട്ട് ശ്യാമാംബരം എവർഗ്രീൻ സൂപ്പർ ഹിറ്റ് സോങ്, അതിൻ്റെ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ പിച്ചും ശ്രുതിയൊക്കെ കറക്റ്റ് ചെയ്തിട്ട് വേണം. അപ്പം ഞങ്ങൾ ഓൾറെഡി ലേറ്റായി. ഞങ്ങൾക്ക് ഇനി റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് വേണം വീണ്ടും ഇങ്ങോട്ട് വരാൻ. സംഘാടകർ പയ്യന്നൂർ സൗഹൃദ വേദിയുടെ ഫുൾ ടീം നേരത്തെ ഇവിടെയാണ് നിരക്കുന്നുണ്ട്. ഓക്കെ ഡിയർ ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ കുളിച്ച് ഫ്രഷായി മേക്കപ്പൊക്കെ ഇട്ട് കോസ്റ്റ്യൂമിൽ വരാം. അപ്പം വീണ്ടും കാണാം. വീണ്ടും നമ്മുടെ പ്രോഗ്രാമിന് തയ്യാറായി. നമ്മുടെ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, സൗണ്ട് ചെക്കിങ് ഒക്കെ കഴിഞ്ഞു. ഇനി പ്രോഗ്രാമിന് ഖത്തറിലെ മലയാളികൾക്ക്, പ്രത്യേകിച്ചും പയ്യന്നൂർക്കാർക്ക്, കണ്ണൂർ ജില്ലക്കാർക്ക് വേണ്ടി മുന്തിരിച്ചയിലുള്ള രാവ്, മുന്തിരിയുടെ ആ ഒരു നറുമണവും മധുരവും നുകരാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചത് പയ്യന്നൂർ സൗഹൃദ വേദിയുടെ മെമ്പേഴ്സാണ്. ഒപ്പം നാടൻ പാട്ട് കലാകാരൻ ശ്രീ സുരേഷ് പള്ളിപ്പാറയുടെ അത്യുഗ്രമായ പ്രകടനമാണ്.
ഖത്തറിലെ പൈനൂർ സൗഹൃദവേദിയുടെ നാടൻപാട്ട് ആസ്വാദകരുടെ കലാസ്വാദകരുടെ മനം കവരുന്നൊരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഖത്തറിൽ ഇതുപോലുള്ളൊരു പെർഫോമൻസിൽ സിംഗർ വന്നിട്ടില്ല എന്നാണ് ഓഡിയൻസ് അഭിപ്രായപ്പെടുന്നത്. ഹായ് ഗൈസ്, അങ്ങനെ നമ്മുടെ ഖത്തറിലെ പ്രേക്ഷകരുടെ മനം കവർന്ന സുരേഷ് പള്ളിപ്പാറയും സംഘങ്ങളെല്ലാവരും ഇപ്പോൾ അതിനിടയിൽ ഒരുപാട് വ്യത്യസ്തമാർന്ന പാട്ടുകളൊക്കെയായി ജനമനസ്സ് കീഴടക്കി ഞങ്ങൾ പരിപാടി വൈൻഡപ്പ് ആവുകയാണ്. വീണ്ടും അടുത്തൊരു മനോഹരമായ വീഡിയോ ആയി ഞാൻ വീണ്ടും വരും. താങ്ക് യു.